ഒന്നുകൂടി ഉണ്ട്. അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയടോ. പാക്ക് അര പിള്ള. കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ്. കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാൻ പൊതുവാളെ? പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. കുട്ടിയെ ആരും വിളിച്ചോണ്ടൊന്നല്ല. കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ. ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ. പിന്നെ കോടതിക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. വക്കീൽ ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാന്തയിൽ കുറെ നിരങ്ങിയവനാ ഞാൻ കണ്ട അത്ര കോടതിയൊന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടിട്ടില്ലടോ പാക്കര പിള്ള. തറവാടിന് പറയുന്നു. തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട. എന്താടോ ഇത്ര ചിരിക്കാൻ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ്. തെണ്ടി ചീമ പന്നി തറവാടിനെ തൊട്ട് കളിക്കുന്നു. അടിച്ചതിന്റെ കരണക്കുറ്റി പൊളിച്ചോളയും. ആരാ സംസാരിക്കുന്നത്? എന്തോടോ തന്റെ ശബ്ദം മാറിപ്പോയോ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പിള്ളേ. ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇത് ആരുടെ വീടാണെന്ന് കരുതി? ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. യു അൺകൾച്ചർഡ് ഫൂൾ. ഇംഗ്ലീഷിൽ തെറി പറയുന്നു. ദേ ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ല. വെക്കണേ പോലെ ഫോൺ. ഗീതു കേൾക്കാനാ പറയുന്നത്. ആ വീട്ടിൽ പോയാൽ ആരുമായിട്ട് അധികം ഇടപെടാൻ നിൽക്കരുത്. എല്ലാം കൾച്ചറില്ലാത്ത ആൾക്കാരാ. അവിടുന്ന് ഒരു വൃത്തികെട്ട സ്വഭാവം പഠിച്ചിങ്ങി വന്നാൽ മനസ്സിലായ കുട്ടിക്ക്? നിങ്ങളെന്താ ബിസിലടിച്ച് ആളെ കളിയൊക്കെ? ഞാനല്ല അടിച്ചത്. പിന്നെ ഒന്നടിച്ച് രണ്ടടിച്ച് ബിസിലടിച്ച് പഠിക്കുക. താനെന്തോടെ എന്റെ മെക്കിട്ടായിരുന്നത്? മനസ്സിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ. ഞാൻ എന്നോട് മറക്കോന്താ തള്ളേ. പിന്നെ അവനാ. ആഹാ നിങ്ങളൊന്ന് ഞാൻ ശരിയാക്കി തരാടാ. ഗീതുമോള് വാ. എത്ര ദിവസം ബ്രാഞ്ച് ഓഫീസിൽ? ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ടൗട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അല്ലല്ലോ. ഓടാപ്പനെ എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. ഗോ ആൻഡ് സ്റ്റഡി. എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളുടെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്? ആ വണ്ടി വണ്ടി വണ്ടി. എന്നെന്താ കൊണ്ടുപോവാത്ത ഡാഡി? അയ്യോ, കോൺഫറൻസിന് പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല മോളെ. അപ്പൊ ഗീത മോള് ഒറ്റയ്ക്കാവില്ലേ? വല്യച്ഛനും അപ്പച്ചൊക്കെ ഇല്ലേ മോളെ നോക്കാൻ? വേണ്ട, ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. ഡാഡി നാളെ ഇങ്ങ് വരില്ലേ മോളെ? വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ടെഡി ബെയർ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ലിറ്റിൽ പോണി, പ്ലൂട്ടോ, പപ്പി, പിന്നെ കിസ് മീ. എന്താ മോളെ? ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരൂ. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു പ്ലീസ്, നല്ല പോലീസ് അല്ലേ? ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ.
എങ്ങോട്ടാ നീ ഓടുന്ന? ഇത്ര ചെറുപ്പത്തിലെ പി ടി ഉഷ ആവാനാണോ ഭാവം? കമോൺ ഗോ. അനുസരണ അച്ചടക്കോ ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ? കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ. പുറത്തുപോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തുപോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമാണ് എനിക്ക്. ഡിസിപ്ലിൻ. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Understand? Good. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പറ്റിയാല് പിന്നെ പാടുവോ? എന്താ എന്താ കാണിച്ചോണ്ടിരിക്കാ നീ? മുഴുവൻ കഴിക്കേ. എനിക്ക് മതി. എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നെന്ന് അറിയാമല്ലോ. എനിക്ക് ഇഷ്ടമല്ല. ദേ, എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലുള്ള ശാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ കഴിക്കേ. എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചർ ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? പല്ലീച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയൂടാ ബാസി. എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ. അവനെ എന്തിനു പറയണം? ചെറുകുന്നം തറവാട്ടിലെ ആകെക്കൂടുള്ളൊരു തരിയാ. അവളെ പഠിപ്പിച്ചുവിട്ടിരുന്ന കണ്ടില്ലേ? നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വലിയേച്ചി. എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയേ കുടിക്കത്തുള്ളൂ. എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമല്ലിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങൾക്ക് കൾച്ചറില്ലാത്ത 20 കൊല്ലം പട്ടാളത്തിൽ ട്രക്ക് ഓടിച്ചതാ. പിന്നെ 10-15 കൊല്ലം അവിടെ ഇവിടെ ആയിട്ട് വേറെയും. ഇപ്പോഴും ദൈവം സഹായിച്ച് അധ്വാനിക്കാനുള്ള ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. പക്ഷെ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുക. ദുബായിൽ നിന്ന് 2ാമത്തവൻ വന്നിട്ടുണ്ട്. അവനാണ് കൂടുതൽ നിർബന്ധം. എവിടെയും പോവാതെ വീട്ടിലിരുന്നാൽ മതി എന്നാ പറയണേ. സംഗതി എനിക്ക് മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് വേറൊരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരൂടൂ? 84-87 ലേലനിലെ ഔസേപ്പിനെ മഠത്തിൽ 74-71 മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി ഇങ്ങോട്ട് മാറ്റിയാൽ അത് ശരിയാവില്ല. അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം. നോക്കട്ടെ, വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ചു ദിവസം കൂടെ ഇവിടെ നിൽക്കാം. ശരി അച്ഛൻ. അഡ്മിനിസ്ട്രേഷനെ കണ്ടോ? കണ്ടു. അച്ഛനെ കണ്ട് തീരുമാനിക്കാൻ പറഞ്ഞു. തന്റെ ഇഷ്ടപ്രകാരം ചെയ്യ. വയസ്സായില്ലേ, ഇനി മക്കള് പറയുന്നതനുസരിച്ച് ജീവിക്കുക. മുത്തണിമുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുക്കിനി വണ്ടിയിൽ അങ്ങകലെ കനവുപുരിയിലണയാം. മുത്തണിമുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുക്കിനി വണ്ടിയിൽ അങ്ങകലെ കനവുപുരിയിലണയാം. നീലമല കളിമൺ ചിറകിൽ മഞ്ഞുമല തണലിൻ കുളിരിൽ പകല് പോണവഴി പറന്നു പോയിടാം. മുത്തണിമുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുക്കിനി വണ്ടിയിൽ അങ്ങകലെ കനവുപുരിയിലണയാം.
പറമെഴുകി കളിമിട്ടായി ചെറുതൂണി കൽക്കണ്ടം ചുവരാക്കി അലുവക്കുണ്ടം മച്ചാക്കി വട്ടിപ്പാൽ പറമെഴുകി കളിമിട്ടായി ചെറുതൂണി കൽക്കണ്ടം ചുവരാക്കി അലുവക്കുണ്ടം മച്ചാക്കി വർണ്ണബലൂണിലും എപ്പുറയും നിന്നിനിങ്ങണ ചിമ്മിനിയും വർണ്ണബലൂണിലും എപ്പുറയും നിന്നിനിങ്ങണ ചിമ്മിനിയും കാണാം കാണാം ചാഞ്ചാടി കുടയുടെ കീഴിൽ അങ്ങോട്ടിങ്ങോട്ടമ്മാനം എങ്ങോട്ടാണീ സഞ്ചാരം മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുത്തിനി വണ്ടി നന്നകലെ കനവ് പുരിയിലണയാ മത്താപ്പൂ ചെടിമണയിൽ വിരിയും കുഞ്ഞിലെ വിപ്പു കട്ടിത്തേൻ കളിമണയിൽ ഗോലിപ്പൂപ്പിലൊരുങ്ങല മത്താപ്പൂ ചെടിമണയിൽ വിരിയും കുഞ്ഞിലെ വിപ്പു കട്ടിത്തേൻ കളിമണയിൽ ഗോലിപ്പൂപ്പിലൊരുങ്ങല മൽബറി നീരു ധരിപ്പിക്കും പായസ പൊയ്കയിൽ അരവണ്ണം മൽബറി നീരു ധരിപ്പിക്കും പായസ പൊയ്കയിൽ അരവണ്ണം പോകാം പോകാം കണ്ണാടി തോന്നിയിലെഴുതാം തൈരേ തേരേ തേരേതോ ഇത്തിത്താന തകതേതോ മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുത്തിനി വണ്ടി നന്നകലെ കനവ് കുരിയിലണയാ നീലമഴ കളിമൺ ചിറകിൽ മഞ്ഞിലരെ തണലും കുളിരിൽ പകല് പോണ വഴി പാർന്നു പോയിടാം ഫാദർ കൊട്ടാരമായിട്ട് തനിക്ക് എങ്ങനെ പരിചയം പറഞ്ഞേ? നാട്ടില് കോളേജിൽ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ താൻ കോളേജ് പഠിച്ചിട്ടുണ്ടല്ലേ? പ്രീ ഡിഗ്രി തോറ്റപ്പ് നിർത്തി. വെരി ഗുഡ്. അതേതായാലും നന്നായി. ഒരാളെ തപ്പി ഞാൻ ഈ നടക്കാൻ സ്ഥലം ബാക്കിയില്ല. ഡ്രൈവിംഗ് അറിയാവുന്ന പലരും ഈ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷെ ഭൂരിഭാഗം എണ്ണത്തിന്റെയും ആ ഒരു മുഖഭാവം അത്ര ശരിയല്ല. മാത്രമല്ല, ഈ വളയം പിടിക്കാൻ അറിയാവുന്നല്ലാതെ ഒരു സ്റ്റെപ്പിന് മാറ്റിയിടാൻ പോലും ഒരെണ്ണത്തിനും അറിഞ്ഞോളൂ. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൊട്ടാരത്തിനോട് കാര്യം പറയുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉള്ളത് തന്നെ കൂടുതലാ. ആ, നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ബിരുദന്മാരാണ്. നല്ല കുട്ടികളാ. പിന്നെ കുറച്ച് കുസൃതിയൊക്കെയുള്ളത്. അതൊരു രസമല്ല അച്ചോ. ആ, ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം. നാളെ മുതൽ തന്റെ ആഹാര കാര്യങ്ങളെല്ലാം കുസിനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് പള്ളിയും മഠമൊക്കെ ഉള്ളതാ. അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവണം. നല്ലതാ. നീ ചെറുപ്പമാ, അതുകൊണ്ടാ പറഞ്ഞത്. കിടന്നുറങ്ങി. എന്താ ഇത് ബാഗിൽ വെച്ചത്? ലഞ്ച് ബോക്സാ. അതല്ല, ഇപ്പൊ വെച്ചെന്താ? ലഞ്ച് ബോക്സാ. കള്ളം പറയുന്ന കുട്ടി. നീ തരൂ ബാഗ്. ഇതെന്താ? പപ്പിയാ, എനിക്ക് ഡാഡി കൊണ്ടു തന്നതാ. കളിക്കുന്ന സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ല. അതോടെ വെക്കൂ. ഇന്ന് കൊണ്ടുവരില്ലാന്ന് ഞാൻ ജിജിയോട് പറഞ്ഞതാ. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്. കളിയൊക്കെ വീട്ടിൽ വന്നിട്ട് മതി. വേണ്ട, ഞാൻ കൊണ്ടുപോകും. വാശി പിടിക്കാതെ അതോടെ വെക്കുക ചെയ്തു. ഇല്ല, എനിക്ക് ഡാഡി വാങ്ങി തന്നതാ, ഞാൻ കൊണ്ടുപോകും. ഓ, ഒരു ഡാഡി എന്ന് തുടങ്ങി ഡാഡി മോളെ സ്നേഹിക്കാൻ. അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും. നീ തരൂ. ഞാൻ തരില്ല. ഒരു പാവല്ലേ ആ കുട്ടി കൊണ്ടുപോകണുള്ളൂ. ആറ്റം പോകുമ്പോ നല്ലല്ലോ ബാഗിലിരുന്ന് പൊട്ടാൻ. തന്റെ ശുപാർശ ഒന്നും ആവശ്യമില്ല. അല്ല, ചെറിയ കുട്ടിയല്ലേന്ന് വെച്ച്. കുട്ടിയായിരിക്കുമ്പോ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം, അല്ലാതെ മുതിർന്നിട്ടല്ല. ഇവളുടെ മമ്മിയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. അതിന്റെ ഗുണം ഇവിടെ കാണുന്നുണ്ട്. തന്നോട് ചോദിച്ചില്ല. മോളെ ബസ് വന്നു. താൻ കുട്ടിയെ ബസ്സിൽ കൊണ്ടുവന്നാക്കൂ. എന്റെ പപ്പി, എന്റെ പപ്പി താ, ഗീതു, പപ്പി താ. ദേ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും. നീ മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ. ഞാൻ പോവില്ല. ഗീതു, പപ്പി. എന്റെ യശോദരമ്മേ, ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ. നിങ്ങൾ ഈ വയസ്സുകാലത്ത് ഈ പാവയായിട്ട് എന്ത് കളി കളിക്കാനാ? താൻ പോടും. ദേ, കുട്ടി അവിടെ മോളെ അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കുന്നേ. എന്റെ പപ്പി. ഞാൻ പറഞ്ഞ കേക്ക്. ഞാൻ